അസ്സലാമു വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ഇഖ്റ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂൺ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 സൈക്കോളജിയുടെ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുകയാണ് നാം ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. Question number 1. Which is the determining factor in the maturation? പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം ഏത്? ഓപ്ഷൻ എ ഹെറിഡിറ്റി, പാരമ്പര്യം. ഓപ്ഷൻ ബി ഫാമിലി എൻവോയ്മെൻറ്റ്, കുടുംബാന്തരീക്ഷം. ഓപ്ഷൻ സി റിലീജിയൻ, മതം. ഓപ്ഷൻ ഡി കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, സാംസ്കാരിക പശ്ചാത്തലം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹെറിഡിറ്റി, പാരമ്പര്യം എന്നുള്ളതാണ്. പക്വനം സംബന്ധിച്ച് നിർണായക ഘടകമായി താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായ ആൻസർ ഹെറിഡിറ്റി, പാരമ്പര്യം എന്നതാകുന്നു. Question number 2. The term dyslexia means. ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ റീഡിംഗ് ഡിസേബിലിറ്റി, വായന വൈകല്യം. ഓപ്ഷൻ ബി റൈറ്റിംഗ് ഡിസേബിലിറ്റി, ലേഖന വൈകല്യം. ഓപ്ഷൻ സി അരിത്തമെറ്റിക് ഡിസേബിലിറ്റി, ഗണിതപരമായ വൈകല്യം. ഓപ്ഷൻ ഡി മോട്ടോർ ഡിസേബിലിറ്റി, ചലനപര വൈകല്യം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ റീഡിംഗ് ഡിസേബിലിറ്റി. ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് റീഡിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികളെയാണ്. ഇത്തരം ആളുകൾക്ക് വരുന്ന ഒരു വൈകല്യത്തെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. മൾട്ടി സെൻസറി അപ്രോച്ച് വിൽ ബി മോസ്റ്റ്ലി സ്യൂട്ടഡ് ടു. ബഹു ഇന്ദ്രിയ സമീപനം, മൾട്ടി സെൻസറി അപ്രോച്ച് ഏറ്റവും അനുയോജ്യമായത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഡിസേബിലിറ്റിയുള്ള കുട്ടികൾക്കാണ്? ഇവിടെ ഓപ്ഷനുകൾ പരിശോധിക്കാം. ഓപ്ഷൻ എ വിഷ്വലി ഇംപേർഡ്, കാഴ്ച ദുർബലമായവർക്ക്. ഓപ്ഷൻ ബി ഹിയറിംഗ് ഇംപേർഡ്, കേൾവി ദുർബലമായവർക്ക്. ഓപ്ഷൻ സി ലേണിംഗ് ഡിസേബിൾഡ്, പഠന വൈകല്യമുള്ളവർക്ക്. ഓപ്ഷൻ ഡി മെൻ്റലി ചലഞ്ചഡ്, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലേണിംഗ് ഡിസേബിൾഡ്. ബഹു ഇന്ദ്രിയ സമീപനം, മൾട്ടി സെൻസറി അപ്രോച്ച് ഏറ്റവും അനുയോജ്യമായത് ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലേണിംഗ് ഡിസേബിൾഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4. Who emphasized the biological basis of language acquisition? ഭാഷാർജ്ജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയത് ആര്? ഭാഷാർജ്ജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയത് ആര്? ഓപ്ഷനുകൾ പരിശോധിക്കാം. ഓപ്ഷൻ എ നോം ചോംസ്കി. ഓപ്ഷൻ ബി B.F. സ്കിന്നർ. ഓപ്ഷൻ സി എറിക്സൺ. ഓപ്ഷൻ ഡി ഐവാൻ പി പാവ്ലോ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നോം ചോംസ്കി എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ്സ് ബ്രെയിലി സിസ്റ്റം ഫോർ ദെയർ ലേണിംഗ്? ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായി വേണ്ടത്? ഓപ്ഷൻ എ ഹിയറിംഗ് ഇംപേർഡ്, കേൾവി ദുർബലമായവർക്ക്. ഓപ്ഷൻ ബി വിഷ്വലി ഇംപേർഡ്, കാഴ്ച ദുർബലമായവർക്ക്. ഓപ്ഷൻ സി ലേണിംഗ് ഡിസേബിൾഡ്, പഠന വൈകല്യമുള്ളവർക്ക്. ഓപ്ഷൻ ഡി മെൻ്റലി റിട്ടയർഡ്, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വിഷ്വലി ഇംപേർഡ്, കാഴ്ച ദുർബലമായവർക്കാണ് ബ്രെയിലി സിസ്റ്റം ഏറ്റവും കൂടുതൽ പഠനാവശ്യത്തിനായിട്ട് അനുയോജ്യമായിട്ടുള്ളതും ആവശ്യമായി വരുന്നതും. ക്വസ്റ്റ്യൻ നമ്പർ 6.
ഹോസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായി ബന്ധമുള്ളത്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നേട്ട അഭിപ്രേരണയുമായി, അതായത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ആള് ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മാക്ലൻഡുമായിട്ടാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്പർ 7. വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രിയേറ്റിവിറ്റി? സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തതേത്? സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷനുകൾ പരിശോധിക്കാം. ഓപ്ഷൻ എ ഫ്ലുവൻസി, ഒഴുക്ക്. ഓപ്ഷൻ ബി ഫ്ലെക്സിബിലിറ്റി, അയവ്. ഓപ്ഷൻ സി ഒറിജിനാലിറ്റി, തനിമ. ഓപ്ഷൻ ഡി ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠത. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 8. ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ്. ആഗമന രീതിയിലുള്ള ബോധനം എന്നത് അത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷനുകൾ പരിശോധിക്കാം. ഓപ്ഷൻ എ ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്, പ്രയാസമില്ലാത്തതിൽ നിന്നും ദുഷ്കരമായതിലേക്ക്. ഓപ്ഷൻ ബി ഫ്രം സ്പെസിഫിക് ടു ജനറൽ, സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക്. ഓപ്ഷൻ സി ഫ്രം ജനറൽ ടു സ്പെസിഫിക്, സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക്. ഓപ്ഷൻ ഡി ഫ്രം പ്രോസസ് ടു പ്രൊഡക്റ്റ്, പ്രക്രിയയിൽ നിന്നും ഉൽപ്പന്നത്തിലേക്ക്. ഇവിടെ കറക്റ്റ് ആൻസർ ആഗമന രീതിയിലുള്ള ബോധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് എന്നുള്ളതാണ്. ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. സൈക്കോളജി ഷുഡ് സ്റ്റഡി ഒബ്സർവബിൾ ബിഹേവിയർ ഈസ് ആൻ അസംപ്ഷൻ ഓഫ്. നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ, അതായത് വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയം എന്നത് ആരുടെ സങ്കല്പമാണ്? നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ, അതായത് വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയം എന്നത് ആരുടെ സങ്കല്പമാണ്? ഓപ്ഷനുകൾ പരിശോധിക്കാം. ഓപ്ഷൻ എ ബിഹേവിയറിസം, വ്യവഹാരവാദത്തിൻ്റെ. ഓപ്ഷൻ ബി ഹ്യൂമനിസം, മാനവികവാദത്തിൻ്റെ. ഓപ്ഷൻ സി കൊഗ്നിറ്റീവിസം, ജ്ഞാതൃവാദത്തിൻ്റെ. ഓപ്ഷൻ ഡി സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണവാദത്തിൻ്റെ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വ്യവഹാരവാദത്തിൻ്റെ, അതായത് ബിഹേവിയറിസത്തിൻ്റെ തിയറിയിൽപ്പെട്ടതാണ് നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ അഥവാ വ്യവഹാരങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയം എന്നത് ബിഹേവിയറിസത്തിൻ്റെ സങ്കല്പമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. സ്റ്റിമുലസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ റിലേറ്റഡ് ടു. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ കണ്ടീഷനിങ്, അനുബന്ധവുമായി, കണ്ടീഷനിങ്. ഓപ്ഷൻ ബി ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനവുമായി. ഓപ്ഷൻ സി ഇൻഡക്റ്റീവ് ലേണിംഗ്, അന്തർജ്ഞാന പഠനവുമായി. ഓപ്ഷൻ ഡി കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്, ജ്ഞാനാർജന പഠനവുമായി. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കണ്ടീഷനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ബ്രിഡ്ജസ് ചാർട്ട് ഡെപിക്ട്സ്. ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിലെ വൈജ്ഞാനിക വികാസം. ഓപ്ഷൻ ബി മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിലെ ധാർമ്മിക വികാസം. ഓപ്ഷൻ സി ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിലെ വൈകാരിക വികാസം. ഓപ്ഷൻ ഡി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിലെ ശാരീരിക വികാസം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി
ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിലെ വൈകാരിക വികാസം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, വിച്ച് ഈസ് എ ഫോർമൽ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ? സാമൂഹ്യവൽക്കരണത്തിൻ്റെ, അതായത് സാമൂഹീകരണത്തിൻ്റെ ഔപചാരിക ഏജൻസി ഏത്? വിച്ച് ഈസ് എ ഫോർമൽ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ? ഓപ്ഷൻ എ ഫാമിലി, ഓപ്ഷൻ ബി പിയർ ഗ്രൂപ്പ്, ഓപ്ഷൻ സി സ്കൂൾ, ഓപ്ഷൻ ഡി മീഡിയ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സ്കൂൾ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, ഹു പ്രപ്പോസ്ഡ് ദ ട്രയറാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്? ബുദ്ധിയെ സംബന്ധിച്ച ത്രിഘടക സിദ്ധാന്തം, ട്രയാർക്കിക് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗിൽഫോർഡ്, ഓപ്ഷൻ ബി ഗാർഡനർ, ഓപ്ഷൻ സി ബീനെ, ഓപ്ഷൻ ഡി സ്റ്റേൺബർഗ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്റ്റേൺബർഗ്. Question number 14. The age group 12 to 18 years can be termed as? 12-നും 18-നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കാവുന്നത്. 12-നും 18-നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കാവുന്നത്. ഓപ്ഷൻ എ അഡൽട്ട്ഹുഡ്, പ്രായപൂർത്തിയായവർ. ഓപ്ഷൻ ബി അഡോളസൻസ്, കൗമാരപ്രായക്കാർ. ഓപ്ഷൻ സി മിഡിൽ ഏജ്, മധ്യവയസ്കർ. ഓപ്ഷൻ ഡി ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. ഇവിടെ കറക്റ്റ് ആൻസർ 12-നും 18-നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കുന്നത് കൗമാരപ്രായക്കാർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അഡോളസൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 15, which of the following is not directly related to Vygotsky views of education? വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്, അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം. ഓപ്ഷൻ ബി റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയാധ്യാപനം. ഓപ്ഷൻ സി കോഓപ്പറേറ്റീവ് ലേണിംഗ്, സഹകരണാത്മക പഠനം. ഓപ്ഷൻ ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സമീപസ്ഥ വികാസ മണ്ഡലം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്, അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം. Question number 16, who among the following advocated a theory of motivation? താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണ സിദ്ധാന്തം ഉന്നയിച്ചത്? ഓപ്ഷൻ എ ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ ബി കോൾബർഗ്, ഓപ്ഷൻ സി സ്റ്റോൺബർഗ്, ഓപ്ഷൻ ഡി അബ്രഹാം മാസ്ലോ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അബ്രഹാം മാസ്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 17, whose contribution is the trait approach to personality? വ്യക്തിത്വം സംബന്ധിച്ച ട്രൈറ്റ് അഥവാ സവിശേഷകത്വം സമീപനം ആരുടേതാണ്? വ്യക്തിത്വം സംബന്ധിച്ച സവിശേഷകത്വം സമീപനം ആരുടേതാണ്? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി മാസ്ലോ, ഓപ്ഷൻ സി ആൽപോർട്ട്, ഓപ്ഷൻ ഡി പിയാഷെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആൽപോർട്ട്. Question number 18, which of the following is not suitable for formative evaluation? തുടർമൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ തുടർമൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്,
ഡ്യൂറിങ് ടീച്ചിങ്. ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. ബോധന സമയത്തിനിടയ്ക്കെല്ലാം ചോദ്യങ്ങൾ ചോദിക്കൽ. ഓപ്ഷൻ ബി കണ്ടക്ടിങ് ക്ലാസ് ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്. ഓപ്ഷൻ സി കണ്ടക്ടിങ് ആനുവൽ എക്സാമിനേഷൻ, വാർഷിക പരീക്ഷകൾ നടത്തുന്നത്. ഓപ്ഷൻ ഡി അസസിങ് പോർട്ട്ഫോളിയോസ്, പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ കണ്ടക്ടിങ് ആനുവൽ എക്സാമിനേഷൻ, അതായത് വാർഷിക പരീക്ഷകൾ നടത്തുന്നത് തുടർമൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ആണ്. ഇതാണിവിടെ കറക്റ്റ് ആൻസർ. Question number 19. Which of the following is not the characteristics of an emotionally intelligent person? വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സെൽഫ് അവെയർനെസ്, സ്വയം അറിയാനുള്ള കഴിവ്. ഓപ്ഷൻ ബി സെൽഫ് റെഗുലേഷൻ, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്. ഓപ്ഷൻ സി എമ്പതി, അനുതാപം. ഓപ്ഷൻ ഡി സെൽഫ് അഗ്രഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സെൽഫ് അഗ്രഷൻ, സ്വയം ആക്രമണ സ്വഭാവം എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. Question number 20. Which of the following is not a characteristic of mentally challenged children? താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഡിഫിക്കൽറ്റി ഇൻ അഡാപ്റ്റേഷൻ, പൊരുത്തപ്പെടാനുള്ള പ്രയാസം. ഓപ്ഷൻ ബി എബവ് ആവറേജ് ഇൻ്റലിജൻസ്, ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി. ഓപ്ഷൻ സി ബിലോ ആവറേജ് ഇൻ്റലിജൻസ്, ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി. ഓപ്ഷൻ ഡി ലോ അക്കാദമിക് അച്ചീവ്മെൻറ്റ്, താഴ്ന്ന അക്കാദമിക നിലവാരം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എബവ് ആവറേജ് ഇൻ്റലിജൻസ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി എന്നുള്ളതാണ്. കാരണം അവർക്ക് ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അബവ് ആവറേജ് ഇൻ്റലിജൻസ്. Question number 21. Which is a defense mechanism? തന്നിരിക്കുന്നവയിൽ ഏതാണ് സമായോജന തന്ത്രം, ഡിഫൻസ് മെക്കാനിസം? ഓപ്ഷൻ എ റിസപ്ഷൻ, സ്വീകരണം അതല്ലെങ്കിൽ സ്വാംശീകരണം. ഓപ്ഷൻ ബി പെർസെപ്ഷൻ, സംവേദനം. ഓപ്ഷൻ സി റിപ്രഷൻ, ദമനം. ഓപ്ഷൻ ഡി സപ്രസൻ, അടിച്ചമർത്തൽ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ദമനം എന്നുള്ളതാണ്. Question number 22. The initial step in doing a project work is. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടം, ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നാം മനസ്സിലാക്കേണ്ട അതിൻ്റെ പ്രഥമ ഘട്ടം എന്നുള്ളത് എന്താണ്? ഓപ്ഷൻ എ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, സങ്കല്പങ്ങളുടെ രൂപീകരണം. ഓപ്ഷൻ ബി കളക്ഷൻ ഓഫ് ഡാറ്റ, ദത്ത ശേഖരണം. ഓപ്ഷൻ സി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം, പ്രശ്നം കണ്ടെത്തൽ. ഓപ്ഷൻ ഡി റീച്ചിങ് എ കൺക്ലൂഷൻ, നിഗമനത്തിലെത്തൽ. ഇവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യ പടി എന്നുള്ളത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം, പ്രശ്നം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. Question number 23. A tentative statement on the relationship between two variables can be called a. രണ്ട് ചരങ്ങൾ തമ്മിലുള്ള താൽക്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പറയാവുന്നത്. രണ്ട് ചരങ്ങൾ തമ്മിലുള്ള താൽക്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന
പ്രസ്താവനയ്ക്ക് പറയാവുന്നത്? ഓപ്ഷൻ എ ഹൈപ്പോത്തിസിസ് സങ്കലനം, ഓപ്ഷൻ ബി കൺക്ലൂഷൻ നിഗമനം, ഓപ്ഷൻ സി കോറിലേഷൻ, ഓപ്ഷൻ ഡി ഊഹിച്ചെടുക്കൽ അഥവാ ഇൻഫറൻസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സങ്കലനം ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. വിച്ച് ഈസ് നോട്ട് എ ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ? വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. വികാസം ഒരു തുടർ പ്രക്രിയയാണ്. ഓപ്ഷൻ ബി ഡെവലപ്മെന്റ് ഫോളോസ് എ പ്രിഡിക്റ്റബിൾ പാറ്റേൺ. വികാസം പ്രവചനീയമാണ്. ഓപ്ഷൻ സി ഡെവലപ്മെന്റ് ഈസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. ഓപ്ഷൻ ഡി there is no individual difference in the rate of development. വികാസത്തിൽ വ്യക്തിവ്യത്യാസങ്ങൾ ഇല്ല. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി there is no individual difference in the rate of development എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം വ്യക്തിത്വങ്ങളിൽ വികാസം ഒരു തുടർ പ്രക്രിയയാണ്. വികാസം പ്രവചനീയമാണ്. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. ഇതൊക്കെ കറക്റ്റാണ്, വ്യക്തിത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ വികാസത്തിൽ വ്യക്തിവ്യത്യാസങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ദർ ഈസ് നോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇത് വ്യക്തിത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ആണ്. അതുകൊണ്ട് തന്നെ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 25. A mother always tries to meet the needs and demands of her son. At the same time, she ignores the genuine needs and demands of her daughter. It can be considered as ഒരമ്മ തൻ്റെ മകൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത്? ഓപ്ഷൻ എ ജെൻഡർ റോൾ, ഓപ്ഷൻ ബി ജെൻഡർ ഈക്വാലിറ്റി ലിംഗസമത്വം, ഓപ്ഷൻ സി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ലിംഗ വിവേചനം, ഓപ്ഷൻ ഡി ജെൻഡർ സെൻസിറ്റിവിറ്റി. ഇവിടെ ഓപ്ഷനുകളെല്ലാം പരിശോധിക്കുമ്പോൾ കറക്റ്റ് ആൻസർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലിംഗ വിവേചനം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ? പഠനത്തെയും പരിപക്വനത്തെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ലേണിംഗ് ഈസ് പ്രീ കണ്ടീഷൻ ഫോർ മെച്ചുറേഷൻ. പഠനം പരിപക്വനത്തിന് മുന്നുപാധിയാണ്. ഓപ്ഷൻ ബി മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. ഓപ്ഷൻ സി ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ കോൺട്രാക്ടറി. പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ കോൺട്രാഡിക്ടറി. പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണ്. ഓപ്ഷൻ ഡി ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ അൺറിലേറ്റഡ്. പഠനവും പരിപക്വനവും ബന്ധമില്ലാത്തവയാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ് എന്നുള്ളതാണ്. Question number 27. A note by teacher which reveals certain incidents in the life of the student. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകൻ്റെ കുറിപ്പ്. A note by a teacher which reveals certain incidents in the life of a student. Option A cumulative record സഞ്ചിത രേഖ. ഓപ്ഷൻ ബി അനക്ഡോട്ടൽ റെക്കോർഡ് സംഭവ വിവരണ രേഖ. ഓപ്ഷൻ സി റൈറ്റിംഗ് സ്കെയിൽ
ഓപ്ഷൻ ഡി ചെക്ക് ലിസ്റ്റ്. ഇവിടെ ഓപ്ഷനുകൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കൃത്യമാണ്. ഓപ്ഷൻ ബി സംഭവ വിവരണ രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 28. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ? താഴെ പറയുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത ഏത്? ഓപ്ഷൻ എ ടീച്ചർ സെൻറ്റേഡ്നെസ്, അധ്യാപിക കേന്ദ്രീകൃതം. ഓപ്ഷൻ ബി എംബസിസ് ഓൺ ഡെമോക്രാറ്റിക് വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഓപ്ഷൻ സി പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ടീച്ചിങ്, ഉൽപ്പന്നാധിഷ്ഠിത ബോധനം. ഓപ്ഷൻ ഡി എംബസിസ് ഓൺ ക്യാപിറ്റലിസ്റ്റ് വാല്യൂസ്, മുതലാളിത്ത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എംബസിസ് ഓൺ ഡെമോക്രാറ്റിക് വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായിരിക്കണം പുരോഗമന വിദ്യാഭ്യാസം എന്നത്. ഇത് പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അത് ഓപ്ഷൻ ബി ആകുന്നു കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 29. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രൈമറി റീഇൻഫോഴ്സർ? താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക അഭിപ്രേരകം ഏത്? ഓപ്ഷൻ എ മണി, ഓപ്ഷൻ ബി ഫുഡ്, ഓപ്ഷൻ സി സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ഡി അപ്ലോസ്, കയ്യടി. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫുഡ് എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഈ ഓപ്ഷനിൽ പ്രാഥമിക അഭിപ്രേരകം എന്നുള്ളത് ഫുഡ് തന്നെയാകുന്നു. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 30. ഹൂ ഈസ് നോട്ട് എ ബിഹേവിയറിസ്റ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ബിഹേവിയറിസ്റ്റ് അല്ലാത്ത, വ്യവഹാരവാദി അല്ലാത്തത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഐവാൻ പി പാവ്ലോവ്, ഓപ്ഷൻ ബി ബി എഫ് സ്കിന്നർ, ഓപ്ഷൻ സി ജെ ബി വാട്സൺ, ഓപ്ഷൻ ഡി കാർട്ട് ലെവിൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കാർട്ട് ലെവിൻ. ഇതോടുകൂടി 2019 ജൂണിൽ നടന്ന കാറ്റഗറി 4 സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ വീക്ഷിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക് യു എവരിബഡി.